3 സ്ത്രീകളെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് രൂക്ഷമായി ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ മറയ്ക്കാൻ വേണ്ടി അന്നൊരു വേറൊരു സ്ത്രീയെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കളയാം, അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ്. സില്ലി തിങ്കിങ് ആണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. അവരതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു, എന്നിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏതറ്റം വരെയും ഇതൊരു രോഗമാണ്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഇന്നലെ പോസ്റ്റ് ഇട്ട പല UDF നേതാക്കളും പോസ്റ്ററൊക്കെ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരാതി നൽകി ഷൈൻ ടീച്ചർ അല്ലേ? മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനുമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ സാമൂഹിക മാധ്യമങ്ങളിലെ ലിങ്കുകൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതായാണ് തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നും KJ ഷൈൻ പറഞ്ഞു. അതേസമയം വലതുപക്ഷ കോൺഗ്രസ് അനുകൂല സാമൂഹിക മാധ്യമങ്ങളും വ്യക്തികളുമാണ് തന്നെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുന്നത് എന്നാണ് KJ ഷൈൻ ഇന്നും പറഞ്ഞത്. പറവൂരിനടുത്ത് പെരുമ്പടനയിലെ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. പിന്നീട് അത് പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. ചില കോൺഗ്രസ് നേതാക്കൾ ഇത് പ്രചരിപ്പിച്ചതായി അവർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, തനിക്കെതിരെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് തന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അത് എന്ന് കരുതിയിരുന്നില്ല. അതായത് കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം തനിക്കെതിരെ ഉയർന്നു വന്നത് എന്നാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. കരുതിക്കൂട്ടി ഫ്രെയിം ചെയ്തെടുത്ത ഒരു ആരോപണമാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സ്വയം ചെളിക്കുണ്ടിൽ വീണവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവർക്ക് മേൽ ചെളി വാരിയെറിയുകയാണ് ചെയ്യുന്നതെന്ന് KJ ഷൈൻ്റെ ഭർത്താവും ആരോപിച്ചു. എന്തായിരുന്നാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ ഒന്നാണ് ഇത്തരമൊരു ആക്ഷേപം. മാത്രമല്ല, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ, എന്തടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് KJ ഷൈൻ ചോദിക്കുന്നത്. സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ കുറ്റവാളികളെ കണ്ടെത്തും വരെ ഈ പരാതിയുമായി മുന്നോട്ട് പോകും. യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് അവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഈ അധിക്ഷേപത്തിന്റെ പേരിൽ KJ ഷൈൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.